വേങ്ങര ചെനക്കലിൽ ലഹരി ഉപയോഗത്തെ തുടർന്ന് മാതാവിനെ ആക്രമിച്ച യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നാട്ടുകാരുടെ ഇടപെടൽ 2 വർഷം കൊണ്ട് MDMAക്ക് അടിമപ്പെട്ട യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. മുഴുവൻ ചെലവും നാട്ടുകാർ വഹിക്കും. മുബഷിർ പി അക്ബറിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര ചെനക്കലിൽ വെച്ച് അമിതമായ MDMA ഉപയോഗത്തെ തുടർന്ന് 27 വയസ്സുള്ള ഒരു യുവാവ് വീട്ടിൽ പരാക്രമം നടത്തുന്നതും സ്വന്തം മാതാവിനെ ആക്രമിക്കുന്നതും. എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ അയൽവാസികൾ നമ്മളോടൊപ്പമുണ്ട്. ആ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ ചെനക്കലിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ചെനക്കലിലാണ്, നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ചേർന്നുകൊണ്ട് ജാഗ്രത എത്രത്തോളം നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ രീതിയിൽ ലഹരിയെ പ്രതിരോധിക്കാം എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ആ സംഭവം നടന്ന പ്രദേശത്തെ അയൽവാസി കൂടിയാണ്. എന്റെ പേരെന്താ? എന്റെ പേര് സിറാജ്. എന്താണ് അന്ന് സംഭവിച്ചത്? അവിടെ പോയപ്പോ ഉണ്ടായ ഒരു അന്തരീക്ഷം എന്താ വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ റോളിട്ട് നിലത്ത് കിടക്കുകയാണ്. എന്താണ് എന്റെ വിഷയം എന്ന് വെച്ചാൽ അപ്പൊ എന്റെ നേരെ ആൾ ചാടി. അപ്പൊ ഞാൻ സ്വാഭാവികമായി അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവം അവന്റെ ഇതിലുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ അവന്റെ ഉമ്മാനുമായിട്ട് ബന്ധപ്പെട്ടു. അവൻ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു കഞ്ചാവുമായി കുറച്ചു കാലം ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചത്? നമ്മൾ 12, 13, 14 ഒന്ന് ഈ പ്രദേശത്തുള്ള വാർഡുകളിലുള്ള പ്രാദേശികമായ ഇടങ്ങളിൽ സമാന മനസ്കരായ ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ശ്രമം നടത്തുകയും കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് വ്യത്യസ്തമായ മേഖലകളിൽ ഞങ്ങൾ ഇത് യോഗം കൂടുകയും അതിൽ നിന്ന് ആളുകളെ പരമാവധി ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനപ്പോൾ സമൂഹത്തിൽ നിന്നിട്ട് മാറ്റി നിർത്തിക്കല്ല, ഇവനാ നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ നാട്ടുകാർ എല്ലാവരും കൂടി ഒരു കറക്ഷൻ നടത്തിയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 മാസം ചികിത്സ വേണമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഉമ്മക്ക് ആകെ ഭയത്തിലാണ് ഉമ്മ ഉള്ളത്. ഇതിന്റെ വിതരണക്കാരാരാണ് എന്ന് കണ്ടെത്തി ഈ പ്രദേശത്തേക്ക് ഒരു നിലക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഉണ്ടാകും. ഒരു സ്വന്തം ഉമ്മയെ മുഖത്തടിച്ച് പല്ല് തെറിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴേ അത് വലിയൊരു സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം നഷ്ടമാണ്. ഇത്തരം പ്രചരണങ്ങൾ നടത്തി നാട്ടുകാർ ഒന്നായിട്ട് സംഘടിക്കുമ്പോൾ അവരെ പോലുള്ളവര് ഓടി ഒളിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഞങ്ങൾ പറ്റുന്നത്. ചെനക്കലിലെ ഒട്ടുമിക്ക നാട്ടുകാരും ലഹരിക്കെതിരെ നമ്മളോട് സംസാരിച്ചു എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.